ആക്ച്വലി എനിക്ക് പണ്ട് ആകാശം പേടിയുള്ള ആളായിരുന്നു. അതായത് കുട്ടിക്കാലത്ത് ഇങ്ങനെ അച്ഛൻ പറയും, നമ്മളിങ്ങനെ തോളിലെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആകാശത്ത് ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ഈ ചന്ദ്രൻ്റെ അടുത്തേക്ക് മേഘം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആകാശം വളരെ കുഞ്ഞിൽ എനിക്ക് പേടിയായിരുന്നു. പിന്നീടാണ് ഇതിനോട് ഇഷ്ടം തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സാധാരണ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ സ്കൈ ഇഷ്ടമാണ്, അങ്ങനെ ഒരാളെയല്ല. ഞാൻ ഏതാണ്ട് ഒരു +1 +2 ആ ഒരു ടൈമിലാണ് ആകാശത്തെ അറിഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് സ്കൈ കാണുമ്പോൾ കുറേ നക്ഷത്രങ്ങളുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ടെന്നപ്പുറം അതിനെക്കുറിച്ച് പഠിക്കാനോ അങ്ങനെ ഒന്നും ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള വായനശാലയിൽ ഒരു കുട്ടികൾക്കുള്ളൊരു ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പിന് പങ്കെടുക്കാനും ഞാൻ പോയില്ല. അന്ന് അവിടെ ജസ്റ്റ് എൻ്റെ അച്ഛൻ അവിടെ വായനശാലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും ഇടയ്ക്ക് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നൊരു മാഷ്, അത് വളരെ താടിയുള്ളൊരു അപ്പൂപ്പൻ, അദ്ദേഹമാണെങ്കിൽ ആകാശത്ത് ഇങ്ങനെ ടോർച്ചടിച്ച് നക്ഷത്രങ്ങളെയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പാത്ത് വെച്ച് ഇങ്ങനെ നക്ഷത്രങ്ങളുണ്ട്. അതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ്, നമുക്ക് ഈ നമ്മൾ കാണുന്ന ജന്മനക്ഷത്രങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ആകാശത്തുണ്ടെന്നും അത്തരം ആകാശത്തെ അങ്ങനെ കാണിച്ചു തന്നു, കുറേ നക്ഷത്രഗണങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ഈ സാധനത്തിലൊരു ഇൻട്രസ്റ്റ് ആദ്യം തോന്നുന്നത്. പിന്നെ നമ്മൾ ഒരു 2009 ആയ സമയത്ത് നമ്മുടെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോണമി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ആസ്ട്രോണമി ക്യാമ്പ് നടക്കുന്നുണ്ട്. ഒരു ആസ്ട്രോ കേരള എന്ന് പറയുന്നൊരു സംഘടനയാണ്, ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്, ഓൾ കേരള സംഘടനയാണ്. അപ്പം അവരുടെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോകുമ്പോഴാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നത്.